ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. എന്നാലും എൻ്റെ ഫാത്തിമ, ഈ ആ പെണ്ണും പിള്ളേനെയും വിശ്വസിച്ച് അവര് തന്ന നക്കാപ്പിച്ചയും വാങ്ങി വന്നല്ലോ. കഷ്ടം തന്നെ എൻ്റെ കാര്യം. അല്ല, പെൺകുട്ടികളായാലേ അവനോന്റെ കാര്യം നോക്കാനുള്ള പിടിപ്പും ബോധവും വേണം. അല്ലാണ്ട് അന്നെ പോലെ ഭൂമി മൊത്തം വിശ്വസിച്ച് ചത്ത ചതഞ്ഞ് കിടക്കല്ല വേണ്ടത്. അനക്ക് പറ്റൂലെങ്കിൽ പറ, ഞമ്മള് കൂടെ വരാം. ഞാൻ വന്ന് കുത്തിന് പിടിച്ച് ഓന്റെ അവകാശം വാങ്ങിത്തരാം. അവർ തരാമെന്ന് പറഞ്ഞല്ലോ അല്ലേപ്പാ. പറഞ്ഞത് കൊണ്ടായോ ഫാത്തിമ? കായിന്റെ കാര്യല്ലേ, അത് കൈ കിട്ടിയാ കിട്ടിന്ന് പറയാ. ആരെയും വിശ്വസിക്കാൻ പറ്റൂല മോളെ. കാലം വല്ലാത്ത കാല. ഈ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്നിട്ട് ഒരു കാര്യവും. അവരെ ചെന്ന് കണ്ട് ശല്യം ചെയ്യണം. കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ, കേട്ടിട്ടില്ലേ? പോകാനോ ചോദിക്കാനോ അനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞമ്മളില്ലിവിടെ. ഈ ധൈര്യമായിട്ടിരിക്കി. അതല്ലേപ്പാ, അവരൊക്കെ വലിയ വലിയ ആളുകളാ. നമ്മൾ കൂട്ടിയാ കൂടുവോന്ന് എന്റെ പേടി. അതെന്താ കൂടാതിരിക്കാൻ? അനക്ക് കടലിന്റെ നിയമം അറിയാലോ. കട്ടമരത്തോണിയിൽ ആയക്കടലിൽ ചെന്ന് ഇത്തിരിയും വരുന്ന ചൂണ്ടയിടുമ്പോ എന്താ കിട്ടുന്നത്? വലിയ കൊമ്പൻ സ്രായിന. പിന്നെ ഒരു രജിസ്ട്രാര കലക്ടർ. ഓം വരും, ഞമ്മളെ കാൽച്ചോട്ടിൽ വരും. വരുത്തണം ഞമ്മള്. അതാണ് ഞമ്മളെ മുറ്റുക്ക്. സ്വന്തം ചോരയുടെ കാര്യമാകുമ്പോ അത് പറഞ്ഞ് കണക്ക് പറയുമ്പോ ഏത് കൊമ്പനും വീഴും. ഈ ചുമ്മാ നിന്നാ മതി. ബാക്കി കാര്യം ദേ ഈ എളാപ്പ നോക്കിക്കോളും. ഷാനുവിന്റെ ജീവന്റെ വില 3600 ഉറുപ്പ്യ അല്ല, 30 കോടി നമ്മൾ ചോദിച്ചാലും ഓല് തരണം. ഇല്ലെങ്കിൽ കുത്തിന് പിടിച്ച് വാങ്ങിക്കണം. രക്ഷപ്പെടാൻ പടച്ച തമ്പുരാൻ കൊണ്ടുവന്നൊരു മാർഗ ഫാത്തിമാനക്കിത്. കൈവിട്ട് കളഞ്ഞ തമ്പ്രാൻ പോലും അന്നോട് പൊറുക്കില്ല. കടലിന്റെ താളറിഞ്ഞ് ചൂണ്ടേറിയുന്നവനാ യഥാർത്ഥ മുക്കുവേ. അവന് വേണ്ടിയുള്ളതാ ദേ ഈ പാരാഭാരം പോലെ പരന്നു കിടക്കുന്ന കടല്. അതിന്റെ അടിത്തട്ടില മുത്തും പവിഴും ഒളിഞ്ഞു കിടക്കുന്നത്. വാരിക്കോരി എടുത്ത് ഉള്ള കാലം സൂയിക്കാൻ നോക്ക് പെണ്ണേ. അക്രം വലാല് ശുക്ര. പരട്ടെ മാപ്പിളെ, ഇറങ്ങി വാടാ കള്ള തെമ്മാടി. ചുണയുണ്ട്, ഇറങ്ങി വാടാ. വാ മുതലാളി, വാ മുതലാളി. വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോവാൻ നോക്ക്. നിന്റെ പേരാന്നോടാ ലൂയിസ്? അതോ നീ വെറും ബാല്യക്കാരൻ ഓനച്ചല്ലേടാ. ബാല്യക്കാരൻ ബാല്യക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. ചെന്നവരാ നിന്റെ മുതലാളിയെ. ഓടാ. അല്ലേ വാ മുതലാളി. മുതലാളി ഞാൻ പറയുന്നത് കേക്ക്. ആർക്കാണ് എന്നെ കാണാൻ ഇത്ര ആവേശം? എന്നാടാ എന്നെ കാണാതെ ഉറക്കം വരുന്നില്ലയോ? ഇതാരും നമ്പിടിയോ? എന്നാ നിക്കുന്ന? ഇരിക്കി. വേണ്ട, ഒരുപാട് എന്നെ അങ്ങോട്ട് ഇരുത്തല്ലേ. ഇയാള് പണ്ടെന്നെ കുറെ അങ്ങോട്ട് ഇരുത്തിയിട്ടുള്ളതാ. ഇപ്പോഴും ഇരിപ്പുണ്ട് ദേ ഇവിടെ. മാങ്ങ തൊലി. എന്നിട്ടാണോ മാപ്പിളെ താനാ പെണ്ണെ വേറെ അങ്ങോട്ട് മറിച്ചു വിട്ടത്? എന്റെ കർത്താവേ, ഇയാളുടെ തെറ്റിദ്ധാരണ ഇതുവരെ മാറിയില്ലയോ? തെറ്റിദ്ധാരണയോ? എന്ത് തെറ്റിദ്ധാരണ? ആര് പറഞ്ഞ തെറ്റിദ്ധാരണയാന്ന്? തന്നെ പറ്റി എനിക്ക് നല്ല ധാരണ മാത്രമേ ഉള്ളൂ. ഇയാളെ പോലൊരു കള്ളൻ ഈ ഭൂമി ജനിച്ചിട്ടില്ല, ഇനിയോട്ട് ജനിക്കാനും പോകുന്നു. എടോ, മനുഷ്യനായ പറഞ്ഞ വാക്കിന് വില വേണോടോ. താൻ എന്താ വിചാരിച്ച് എല്ലാരെയും പറ്റിക്കുന്ന പോലെ എന്നെ അങ്ങ് പറ്റിച്ച് കിടത്താമെന്നോ? എന്റെ നമ്പിടി, ഹൃദയം തുറന്ന് കാണിക്കാൻ ഞാൻ നിങ്ങളുടെ അമ്പലത്തിലിരിക്കുന്ന ഹനുമാനൊന്നുമല്ല. ഒരു സാധാരണ കുടിയേറ്റക്കാരൻ നസ്രാണി. ഇതിൽ കൂടുതൽ എന്റെ സത്യങ്ങൾ ബോധിപ്പിക്കാൻ എനിക്ക് അറിയത്തില്ല.
അന്ന് രാത്രിക്ക് ശേഷം ഈ നിമിഷം വരെ ആ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. അവൾ എവിടെയാണെന്നുള്ള അന്വേഷണത്തിലാ ഞാനും. അതിനെ അന്വേഷിക്കുന്നത് ഇയാൾക്ക് ഉപ്പ് നോക്കാനാന്നോ? അതെന്നെ ഞാൻ നോക്കിയാ ശരിയാവത്തില്ലയോ? അവൾ എന്റെ പെണ്ണ, എന്റെ മാത്രം പെണ്ണ് എന്ന് ഇയാൾ പറഞ്ഞാ മതി. മതി, ഞാൻ പറഞ്ഞാ മതി. കാരണം അവളെ ആദ്യം മോഹിച്ചത് ഞാനാ, അവളെ അതിര് വിട്ട് മോഹിച്ചത് ഞാനാ. അപ്പൊ പിന്നെ അവകാശം ഞാനാ, ഞാൻ മാത്രം. വെറുതെ വായിട്ട് അലക്കാതെ ഇറങ്ങി പോടാ. ഓഹോ, താൻ എന്നെ ഇറക്കി വിടും അല്ലേ? എന്നാ പിന്നെ അന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ചുണയുണ്ടെങ്കിൽ താൻ നല്ല ഉശിരുള്ള അച്ഛനാണെങ്കിൽ എന്നെ ഒന്ന് ഇറക്കി വിട്ട് കാണിക്ക്. ഇറക്കി വിടറോ? തല്ലിയല്ലേ? തല്ലി കാണിച്ചു തരോ തന്നെ ഞാൻ. കാണിക്കടാ. തീർന്ന് ലൂയിസ് മുതലാളി ഇതോടെ തീർന്ന് പണ്ടാരട. ഇനി ഈ ഹൈ റേഞ്ചിൽ ഒറ്റ മുതലാളി മതി, ഈ നമ്പടി മുതലാളി. കേട്ടോടാ ഡോക്ടർ മുതലാളി, വാടേ പോയി വല്ല മോരെ കുടിച്ച് കെട്ടിറക്കാൻ നോക്കും. അല്ലെങ്കിൽ 4 ബക്കറ്റ് വെള്ളം എടുത്ത് തലയിൽ കൂടി കോരി ഒഴിക്കും. എന്നാ പിന്നെ താമൊന്ന് കുളിപ്പിക്കണോ? വാടോ, നമുക്ക് ഒന്നിച്ച് കുളിക്കാടോ. മുതലാളി പോയാട്ടെ, നമുക്ക് പിന്നെ വിശദമായിട്ട് സംസാരിക്കാം. നീയാണ് എന്നെ ചട്ടം പിടിപ്പിക്കാൻ. കത്തിക്കും, എല്ലാത്തിനെയും ഞാൻ കത്തിക്കും. എന്നാ വാടാ, കത്തിക്കടാ കത്തിക്കടാ. കത്തിക്കല് മുതലാളി ഇപ്പൊ പോയാട്ടെ. താൻ സൂക്ഷിച്ചോ ലൂയിസേ, തന്റെ സമയം എടുത്ത് പോടാ. നീ സൂക്ഷിച്ചോടാ, തീർന്ന് ഇറങ്ങി പോടാ. നീ അവിടുന്ന് പോടാ. വന്നാട്ടെ. താനിങ്ങനെ ആടല്ലേ മൂസ?